കണ്ണൂരിൽ പേവിഷബാധയേറ്റ 5 വയസ്സുകാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശികളുടെ മകൻ ഹരിത്താണ് മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ കുഞ്ഞിന് എങ്ങനെയാണ് പേവിഷബാധയേറ്റത്? നീലിമ, തമിഴ്നാട് സേലം സ്വദേശികളുടെ മകനാണ് മരണപ്പെട്ട ഹരിത്ത്. കഴിഞ്ഞ മാസം 31-ാം തീയതി പയ്യാമ്പലത്തെ വാടക ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് കുട്ടിയെ തെരുവ് നായ കടിച്ചത്. വലത് കണ്ണിനും ഇടത് കാലിനുമാണ് കടിയേറ്റത്. തുടർന്ന് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു. പിന്നീട് ഈ കുട്ടിക്ക് അസുഖം ബാധിക്കുകയും ആരോഗ്യനില വഷളാവുകയും ചെയ്തു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് കുട്ടിക്ക് പേവിഷബാധ ഏറ്റതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഇക്കഴിഞ്ഞ 12 ദിവസമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കുട്ടി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ മുഖത്ത് തെരുവുനായയുടെ കടിയേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വിഷബാധ കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിച്ചതാണ് ഈ ആരോഗ്യനില ഗുരുതരമാകാനും മരണപ്പെടാനും കാരണമായതെന്നാണ് വിവരം. നീലിമ, മിഥുൻ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് ആ കുഞ്ഞിനെ നായ കടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഈ നായശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ആഴ്ചയാണല്ലോ 36-ലധികം പേരെ ഒരു തെരുവ് നായ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. തീർച്ചയായും നീലിമ, കണ്ണൂർ ജില്ലയുടെ നഗരത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ 75 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന തരത്തിലേക്ക് ഒരു രൂക്ഷമായ സാഹചര്യം ജില്ലയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ കുട്ടിക്കും ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം തെരുവുനായയെ വന്ധീകരിക്കാനും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും ഉള്ള നീക്കങ്ങൾ സജീവമായി നടന്നിരുന്നു. എന്നാൽ അതൊന്നും തന്നെ പൂർണ്ണമായും ലക്ഷ്യം കണ്ടില്ല എന്നൊരു പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ മരണത്തോടുകൂടി കോർപ്പറേഷനെതിരെയും അതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇത്ര വഷളായി, എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചടക്കം കൃത്യമായ അന്വേഷണങ്ങൾ അടക്കം നടക്കേണ്ടതാണ്. നീലിമ, ശരി.